കാലിക്കറ്റ് സർവകലാശാല മദ്യത്തിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. മദ്യപാനികളുടെയും മയക്കുമരുന്നുൾപ്പെടെയുള്ള മറ്റു ലഹരി മാഫിയ സംഘത്തിന്റെയും കേന്ദ്രമാണെന്ന നാട്ടുകാരുടെ ആരോപണവും യാഥാർത്ഥ്യമെന്ന് തെളിയിക്കും വിധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാല ക്യാമ്പസിൽ കണ്ടെത്തിയ 1000-ഓളം വരുന്ന മദ്യക്കുപ്പികളുടെ കൂമ്പാരം. സർവകലാശാല ക്യാമ്പസിൽ എക്സൈസ് വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കണമെന്ന യോഗത്തിലെ തീരുമാനപ്രകാരം പരിശോധന ആരംഭിച്ചതോടെയാണ് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സർവകലാശാല അധികൃതർ ജീവനക്കാരെ വെച്ച് മദ്യക്കുപ്പികൾ നീക്കം ചെയ്തു തുടങ്ങിയത്. ശേഖരിച്ച മദ്യക്കുപ്പികൾ ഒലിപ്പറങ്കടവ് റോഡിലെ സർവകലാശാല ക്വാർട്ടേഴ്സിന് സമീപത്താണിപ്പോൾ സൂക്ഷിച്ചത്. വർഷങ്ങളായി ക്യാമ്പസിലെ കാലപ്പഴക്കത്താൽ അടച്ചിട്ട കെട്ടിടങ്ങളും മറ്റും മദ്യപാനികളുടെ കേന്ദ്രമാണെന്ന് ബന്ധപ്പെട്ടവർ ആരോപണം ഉന്നയിക്കുമ്പോൾ ക്യാമ്പസിലെ സെക്യൂരിറ്റി ജീവനക്കാർ നോക്കുകുത്തിയാണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ലഹരി വിമുക്തമാക്കുക എന്ന ഉറച്ച തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ സെക്യൂരിറ്റി സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം. ഇപ്പം വേണ്ട രീതിയിൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ CCTV ഒന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. CCTV കൂടുതൽ പ്രവർത്തന സജ്ജമാക്കണം. അതോടൊപ്പം തന്നെ പല സ്ഥലത്തും ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ സെക്യൂരിറ്റി പോസ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ സെക്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അതൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി സെക്യൂരിറ്റി സംവിധാനം കൂടി ശക്തിപ്പെടുത്തി ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കാനുള്ള നടപടികളുമായിട്ട് അധികൃതർ മുന്നോട്ട് പോകണം. സ്റ്റാഫ് ഓർഗനൈസേഷൻ വൈസ് ചാൻസലർക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളൊരു കത്ത് വൈസ് ചാൻസലർക്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങളെ ജീവനക്കാരെ ബോധവൽക്കരിക്കുന്നതിനായിട്ടുപരിയായി ക്യാമ്പസിലെ വിദ്യാർത്ഥികളെയാണ് കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത്. ഹോസ്റ്റലുകളും അതോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലും ലഹരി വിമുക്തമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല അധികാരികൾക്കാണ്. അതിന് വിദ്യാർത്ഥി സംഘടനകളുമായി അവർ ചർച്ച നടത്തണം. അവരെയും കൂടി അവരുടെ അഭിപ്രായം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. താഴെത്തട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ രീതിയിൽ ബോധവൽക്കരണം നടത്തിവരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ സർവകലാശാല ഇത്തരം ലഹരി വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണിപ്പോൾ തെളിവ് സഹിതം കാണാൻ ഇടയാവുന്നത്. CTV ന്യൂസ്, തേഞ്ഞിപ്പലം. ഇനി നിങ്ങളും തീരുമാനിച്ചോളി, സ്വർണം വാങ്ങാൻ ശോഭ ഗോൾഡൻ ഡയമണ്ട്സ്. ശോഭ ഗോൾഡൻ ഡയമണ്ട്സ്, മേലെ ചേലാരി.